സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ജോസേട്ടനെയാണ്. ജോസേട്ടാ നമസ്കാരം. നമസ്കാരം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇന്ന് ജോസേട്ടൻ്റെ വിശേഷങ്ങൾ ജോസേട്ടൻ നമ്മളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും നെറ്റിയിലൊരു കുറി കാണുണ്ടാവും. അപ്പോൾ എന്താ വെറൈറ്റി ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുമായിരിക്കാം. ഇന്ന് ഞങ്ങളുടെ കരിക്കുറി ദിനമായതുകൊണ്ട് ഞങ്ങൾ നേരെ പള്ളിയിൽ നിന്ന് വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നെറ്റിയിലെ കരിക്കുറിക്ക് ഉണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ കൃഷി സംബന്ധമായ ജോസേട്ടൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജോസേട്ടാ, ഇത് ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് സംഭവങ്ങൾ? കൃഷി കാര്യങ്ങൾ തക്കാളി ഉണ്ട്, പച്ചമുളകുണ്ട്. പച്ചമുളക് ഇത് ഇപ്പൊ ഉണ്ടായി കഴിഞ്ഞു. ഇനി പൂവിടുന്നു രണ്ടാമത്. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ചൂനിമുളകാണല്ലേ? ചൂനിമുളക്. പിന്നെ ഇത് തക്കാളി. പിന്നെ വാഴ കാര്യങ്ങൾ, ചേമ്പ്, വാഴ, പിന്നെ കണ്ടിച്ചേമ്പ്, പിന്നെ ഇഞ്ചി, മഞ്ഞൾ അതൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇഞ്ചി, മഞ്ഞള്, പിന്നെ കൊള്ളി, പിന്നെ പയറ്. എല്ലാവിടെയും ഉണ്ടല്ലേ? തെങ്ങുണ്ട്. തെങ്ങ്, അടയ്ക്കാമരം, ജാതി, കുരുമുളക്. ജാതിയാണ് മെയിൻ അല്ലേ? ജാതിയാണ് മെയിൻ. പിന്നെ പാവലുണ്ട്. വാഴകള് നേന്ത്രവാഴയുണ്ട്. പിന്നെ പൂവനുണ്ട്, ഞാലിയുണ്ട്, കദളിയുണ്ട്, പാളയംകുടനുണ്ട്, റോബസ്റ്റ് ഉണ്ട്, ഏറാടൻ ഉണ്ട്, പിന്നെ കണ്ണങ്കായ ഉണ്ട്. സംഭവം എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാ സംഭവം ഉണ്ട്. പിന്നെ ഒരു സുനന്ദിനി എന്ന് പറഞ്ഞിട്ടൊരു വാഴയുണ്ട്. ഇതാണ് സുനന്ദിനി. ഇതിന്റെ പ്രത്യേകത കായ കുറവാണ്. അത് നമ്മുടെ ഏകദേശം റോബസ്റ്റ് പോലെ ഇരിക്കും. ചെറിയ പഴമാണ്. പിന്നെ ടേസ്റ്റ് ഉണ്ട്. ഷുഗറുകാരൊക്കെ അത് അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇത് തെങ്ങ് ഏതാ? ഇത് നമ്മള് മൺമുത്തിൽ നിന്ന് വാങ്ങിയതാണ്. 5 വർഷം കൊണ്ട് ഉണ്ടായി. 5 വർഷം കൊണ്ട് ഉണ്ടാവും അല്ലേ? പേര് മുഴുവൻ എനിക്ക് ശരിക്കും അറിയില്ല. സൗകര്യമാണല്ലേ? നമുക്ക് കയ്യെത്തിട്ട് പൊട്ടിക്കാം. പറമ്പ് നല്ല തണലാണല്ലേ ശരിക്കും? ഒരു സൈഡിൽ വെയിൽ, ഇവിടെ നല്ല തണലാണ്. കാരണം എന്താണ്? ജാതി മരം ഇങ്ങനെ നിൽക്കാണ്. ജാതിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇട്ടാ. ജോസേട്ട, ഇവിടെ എത്ര കട ജാതി ഉണ്ടാവും? ഒരു 10-30 കടയുണ്ട്. 30 കടയുണ്ട് അല്ലേ? ചെറുതും വലുതായിട്ട്. ഇതാ പിന്നെ എല്ലാവരും വെച്ചിട്ടുണ്ട്. പറമ്പിൽ അവിടെ കയറ്റും കൈതിണ്ട് കേട്ടാ. കുരുമുളക്, ഒട്ടുമിക്ക അടയ്ക്കാൻ മരത്തുമ്പോഴും കുരുമുളകുണ്ട്. ജോസേട്ടൻ നേരത്തെ പറഞ്ഞ വാഴകളൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് പറയുന്നില്ല. പിന്നെ നമ്മളെ ജോസേനോട് ചോദിച്ച് മനസ്സിലാക്കണം ഓരോന്നേ. ആദ്യം നമ്മളിത് പഠിക്കണം. നമ്മൾ സാധാരണ വെക്കുന്ന വാഴകൾ എന്ന് പറഞ്ഞാൽ നേന്ത്രവാഴ, റോബസ്റ്റ, പാളയംകോടൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറമ്പിൽ വെക്കാറുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. നന എങ്ങനെയാ ജോസേട്ടാ? നന സ്പ്രിംഗ്ലർ അല്ലേ? സ്പ്രിംഗ്ലർ കൊണ്ട് പിന്നെ ഓസിട്ടും പിടിക്കും. അതായത് സൈഡിലേക്ക് സ്പ്രിംഗ്ലർ എത്തുമ്പോ റോഡിലേക്ക് വെള്ളം പോകും. അപ്പൊ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് സൈഡ് ഓസിട്ട് പിടിക്കും. പിന്നെ ഇത് ഏകദേശം ആവാറായി പൈനാപ്പിള്. ഈ തെങ്ങിന്റെ കടക്ക് ചുറ്റും പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മുരിങ്ങ മരം ഉണ്ട്, കാണുന്നുണ്ടാ?
അതിനോട് ചേർന്ന് നല്ല ഒരു ജാതി കട നല്ല ചേർന്ന് നിൽപ്പുണ്ട്. കായ്ക്കള് പൊട്ടിച്ചു തുടങ്ങിയിട്ടില്ലേ ഓണല്ലേ? ഇല്ല ലിപ്പിയാവില്ല. ചിലപ്പോ ഓരോന്നൊക്കെ വീഴും. ഈ ജാതി അധികം വലിപ്പമില്ല ജോസേട്ടാ. ഇത് ചെറുതല്ലേ? ആ, ഇത് അധികമായിട്ടില്ല. ഈ ജാതി അധികം പ്രായമായിട്ടില്ല. ഇല്ല, ഇത് കൂടി വന്നാ ഒരു 6 കൊല്ലായിട്ടുള്ളൂ. 6-7 കൊല്ലം. സംഭവം ജാതി കണ്ടു കഴിഞ്ഞാൽ വലിപ്പം കുറവാണ്. അല്ല, ചെറുതാണ്. പ്രായം കുറവാണ് അല്ലേ? പ്രായം കുറവ്, 7 വർഷമായിട്ടുള്ളൂ. ജോസേട്ടാ, ഈ ജാതിക്ക് എന്താ പ്രത്യേകത? നാടൻ ജാതിയാണോ അതോ? ഇത് നാടൻ, അതായത് ഇത് ബഡ് ഒന്നുമല്ല. ഇത് വലിയ ജാതി ഉണ്ടല്ലോ അവിടെ കണ്ട വലിയ മരം, അതിന്റെ കുരു കുഴിച്ചിട്ടുണ്ടായതാ. സാധാരണ താഴെ വീണിട്ട് കിട്ടുന്ന മുളച്ചു പൊന്തുന്ന കുരു അല്ലല്ല, നമ്മള് നല്ല പഴുത്ത വീഴില്ല, നല്ല അത് എടുത്ത് പാവി ഉണ്ടാക്കിയതാണ്. പാവി ഉണ്ടാക്കിയാണ് നമ്മുടെ പറമ്പിലെ ജാതി കുരു എടുത്ത് തന്നെയാണ് എടുത്താണ്. മറ്റു മേടിച്ചുണ്ട്, ബഡ് ചെയ്ത് മേടിച്ച തൈക്കളും ഉണ്ട്. പക്ഷെ ബഡ് ചെയ്ത തൈകള് ചിലത് ഉണ്ടായിട്ടുമില്ല. അത് ശരി. അല്ല, എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. ബഡ് ചെയ്തിട്ട് തന്നതാന്ന് പറഞ്ഞിട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നും. നമ്മള് ബഡ് ചെയ്ത ഒരു ജാതിമരായിട്ടാണ് തോന്നാം. അത് അതുപോലെ കായുണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നാടനാണ്. നമ്മളെ പറമ്പില് ആ ഒരു സൈഡ് കണ്ട അവിടെ ഫുള്ള് പുല്ല് ചെത്തി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോ പുല്ല് കട്ട് ചെയ്തിരിക്കുകയാണ്. മെഷീൻ വെച്ചടിച്ചാണ് മുളച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ എല്ലാം ചെത്തിക്കളയും തന്നെയാണ്. സംഭവം പറമ്പിൽ കണ്ട ഇതുപോലെ ചെറിയൊരു പുല്ലുണ്ടെങ്കിൽ ഒരു ഭംഗിയാണ് കാണാൻ അല്ലെ? നമ്മളെല്ലാവരും ക്ലീൻ ചെയ്ത് അത് വേറൊരു ഭംഗി. ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു വലുപ്പത്തില് ചെറിയൊരു ഉയരത്തില് പുല്ല് നിൽക്കുകയാണെങ്കിൽ അതൊരു ഭംഗിയാണ് കാണാനായിട്ട്. തെങ്ങ് പൊതുവെ ഉയരം കുറവിൽ തന്നെയാണല്ലോ എല്ലാ തെങ്ങുകളും? അല്ല, ഇത് പുതിയ തരം തെങ്ങുകളാണ്. നമ്മുടെ നാടൻ തെങ്ങുകള് വലുതുണ്ട്. നാടൻ തെങ്ങ് അത് കാണിച്ചു. നമ്മുടെ നാടൻ തെങ്ങ് ഇവിടെ ഉണ്ട് കേട്ടോ. മുള്ളില്ല, മുള്ളില്ല അല്ലെ? ഇങ്ങനെ പിടിക്കാം നമുക്ക്. ഇതിന്റെ പ്രത്യേകത എന്താ? ജ്യൂസിന് ഉപയോഗിക്കുന്നത്? ജ്യൂസിനാണ് കൂടുതൽ ഇതുണ്ടാവും. ജ്യൂസിന് അധികം ഉപയോഗിക്കുക. അത് ശരി. തീരെ മുള്ളില്ല അല്ലെ? ഇല്ല കണ്ട. അതൊരു വെറൈറ്റി. ഇതൊരു വെറൈറ്റി. ഇത് മണ്ണുത്തിന്ന് വാങ്ങിയതാ. ജോസേട്ടാ, നമ്മള് സമ്മിശ്ര കൃഷി ചെയ്യണമെന്ന് പറയണല്ലേ? അത് ചെയ്യുന്നവൻ വിജയിക്കും. പിന്നെ കഴിയുന്നത് നമ്മൾ കൂലി കൊടുത്ത് ചെയ്യിക്കാതിരിക്കാം. ചില കാര്യങ്ങൾ നമുക്ക് കൂലി കൊടുത്ത് ചെയ്യിക്കണം. പക്ഷെ ഒരു കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം കുറേശ്ശെ ഒരുമിച്ച് വെക്കണ്ട. നമ്മൾ 100 വാഴ 50 വാഴ വെക്കണ്ട. ഒരു ദിവസം ഒരു 10 വാഴ വെക്കുക. നമുക്ക് കുഴി കുത്തി വെക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ഒരു 10 വാഴ വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് മൊത്തം ആകുമ്പോ നമുക്ക് ചിലപ്പോ ഒരേ സമയത്ത് കൊല നമ്മൾ മാർക്കറ്റ് ബുദ്ധിമുട്ട് വരും. മാർക്കറ്റ് പിന്നെ കടക്കാര് നമ്മളെ ചൂഷണം ചെയ്യും. കുറേശ്ശെ ആകുമ്പോ നമുക്ക് പേടിക്കാനില്ല. ഇതൊരു വെറൈറ്റി കശുമാവാണ്. അപ്പൊ ഇതിന്റെ ഈ കശുവണ്ടി നമ്മള് പശയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിത് പണ്ടെന്ന് പറയാൻ നമ്മളിപ്പോ ഒരു കശുവണ്ടി കിട്ടി കഴിഞ്ഞാൽ നമ്മളിത് കടിച്ച് പിടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ വായിക്കും പുള്ളിയൊരു വഴിക്കുണ്ട്. ഇതാകുമ്പോ കശുവണ്ടിക്ക് തീരെ പശയില്ല. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാന്നാണ് പറയുന്നത്. ഇതിന്റെ പേര് കറക്റ്റ് അറിയില്ല ജോസേട്ടാ. പേരെന്താ പറഞ്ഞു ജോസേട്ടാ? പേര് ആദ്യമൊക്കെ ആളുകൾ പറയാ കടിച്ചുപൊളി എന്ന് പറയാ. നമുക്ക് കടിച്ചു പൊളിക്കാന്ന്. കത്തിയെടുത്ത് നമ്മള് കീറില്ലേ, അതിന്റെ ആവശ്യമില്ല. കത്തിയെടുത്ത് കീറി നമുക്ക് ഉള്ളിനെടുത്ത് കഴിക്കാം. ഇപ്പം അത് പ്രശ്നമില്ല. കടിച്ചു പൊളിച്ചാലും ഉള്ളിനെടുത്ത് കഴിക്കാം അല്ലെ? ഈ ജാതി അത്യാവശ്യം കായുണ്ടല്ലോ ജോസേട്ടാ. ഇത് ബെഡാണല്ലേ? ഇത് ബഡ്. അല്ല ജോസേട്ടാ, നമ്മളെ ജാതിക്ക് വളം കാര്യങ്ങളൊക്കെ എങ്ങനെയാ, എന്താണ് ചെയ്യണത്? ജാതിക്ക് ഞാൻ ഇടുന്നത് ആട്ടുംകാട്ടം, ഉണങ്ങിയ ചാണകം, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി. പ്രത്യേകിച്ച് വേറെ മൂലക വളങ്ങളൊന്നും ഇട്ടില്ല. നമ്മുടെ സാധാരണ നാടൻ വളങ്ങൾ മാത്രം ചെയ്യുന്നില്ല. വെള്ളം സമൃദ്ധിയായിട്ട് കൊടുക്കും. ഇത് 3 വർഷം കൊണ്ടുണ്ട് റംബൂട്ടാൻ അല്ലേ? ചാമ്പയ്ക്ക അല്ലേ? ഇത് ചുവന്നാണ്, അങ്ങനെയാണ്. വാവലുണ്ടോ അതിനങ്ങനെ കവറിട്ട് കെട്ടി വെച്ചിരിക്കല്ലേ? എന്നാലും കാര്യമില്ല, അവര് പടയ്ക്കാണ്. എന്ത് കവറിട്ടിട്ടും കാര്യമില്ല. പിന്നെ നമ്മുടെ കുറച്ച് കാലം പഴക്കമുള്ളൊരു ബബ്ലൂസ് മരം ഉണ്ട് കേട്ടോ.
പിന്നെ കൃഷിക്കാരോട് പറഞ്ഞിരിക്കുക, കാണുന്നവരോട്, അതായത് ഒരു സാധനം തന്നെ ചെയ്യാൻ പാടില്ല. ഒരു കൃഷി തന്നെ സമ്മിശ്രമായ കൃഷി ഉണ്ടായാലും അവന് വിജയിക്കും, ഒരു പരാജയം വരില്ല. അത് ശരിയാണ്. അതെ, നമ്മൾ തെങ്ങ് വെച്ചു, തെങ്ങിന് വില കുറഞ്ഞു, നമ്മൾ പരാജയപ്പെട്ടു. അടയ്ക്ക വെച്ചു, ഒരു കാലത്ത് അടയ്ക്ക് നല്ല വില ഉണ്ടായി, അത് കഴിഞ്ഞ് അടയ്ക്കാമരം വെട്ടിപ്പോയി, ഇപ്പൊ അടയ്ക്ക. കുരുമുളകിന് വില കുറഞ്ഞിരുന്നു, ഇപ്പൊ ടോപ്പ് വിലയില് കുരുമുളക് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു പറമ്പില് എല്ലാ കൃഷി ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും പരാജയപ്പെടില്ല. ആളുകൾ പറഞ്ഞു കൃഷി നഷ്ടമാണ്. അതായത് 900, 1000, 1200 രൂപ കൊടുത്തിട്ട് കൂലിക്കാരെ വെച്ച് കഴിഞ്ഞാൽ കൃഷി ഒരിക്കലും വിജയിക്കില്ല, അവന് പരാജയം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരു 50 നേന്ത്രവാഴ വെച്ചു, അത് കുഴി നമ്മൾ കുത്തി, കുഴി കാശ് കൊടുത്ത് കുത്തിച്ചു, വളം പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചു, ഇതൊക്കെ ഇത് അതിന് തൂണ് വാങ്ങി, പിന്നെ അതിന് നനയ്ക്കാൻ ആളെ വെച്ചു. അപ്പൊ നമുക്ക് 10 പൈസ അതിൽ നിന്ന് കിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരോടും താങ്ക് യു, ബൈ.